ഇപ്പം ഞാനായാലും പ്രിയയിലൊക്കെ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് ഇത് എന്തെങ്കിലും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് സിനിമക്കാരിൽ നിന്ന് കിട്ടണം, എന്തെങ്കിലും ഒരു ഫ്രഷ് കണ്ടന്റ് ഓഡിയൻസിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഒരു ഹോപ്പ് ഉണ്ടാവാന്ന് പറഞ്ഞപ്പം സിനിമ ചെയ്യണം എന്നുള്ള ഹോപ്പ് ഉണ്ടാവാന്ന് പറഞ്ഞത് ഭയങ്കര വലിയ കാര്യമാണ്. അതിലൊരു സുഖമുണ്ട്. ഒരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു, പ്രൊഡ്യൂസേഴ്സിനെ പോയി കാണുന്നു, ആർട്ടിസ്റ്റിനെ പോയി കാണുന്നു, ഹോപ്പാണ് നടക്കും എന്നുള്ളത്. ഇതിനകത്തൊരു സീനുണ്ട്, ഹക്കീമിനോടൊരു സാധനം ഞാൻ പറഞ്ഞിട്ട് അത് ഹക്കീം ഇങ്ങനൊരു സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെന്നുള്ള അവന് മനസ്സിലായിട്ടില്ല. എനിക്കറിയാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധനം വേണമെന്നുള്ളത്, പക്ഷേ ഹക്കീം അത് അടിപൊളി കിട്ടും. അതിനേക്കാൾ ഹാപ്പിയായി. അപ്പം ഇപ്പോഴും സിനിമേനെ ഒരു ജോലിയായിട്ട് അവരാരും കാണുന്നില്ല എന്നുള്ളതാണ്. സിനിമ ഒരു ജോലിയല്ലേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മലപ്പുറം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ, നമ്മുടെ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് പേര് അങ്ങനെ സിനിമയിലേക്ക്, നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര ദൂരെയാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. ഇങ്ങനെ സിനിമ, അവിടെ സിനിമാക്കാർ വരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇതായിട്ടുള്ളത്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സജിലിന് സിനിമയിലേക്ക് വരുമ്പോൾ നേരിടേണ്ടി വന്ന ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ചലഞ്ചസ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ബെറ്റർ ഇപ്പം മലപ്പുറത്താണ് ഞാൻ ഷൂട്ട് ചെയ്തത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മലപ്പുറത്ത് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ആളുകൾ അക്സെപ്റ്റ് ചെയ്യും, ആളുകൾ സഹകരിക്കുമോ എന്നൊക്കെ. പക്ഷേ ഒരു രക്ഷയില്ല. കിട്ടില്ല. ഇപ്പം നമ്മളെ പടത്തിലൊരു അമ്പലത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അമരമ്പലം. അവിടെ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ്, വളരെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നാട്ടുകാരൊക്കെ വന്നിട്ട് ഏകദേശം 1500 ആൾക്കാരുണ്ടായിരുന്നു. അത് ആവശ്യം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പം മലപ്പുറത്തുള്ള ആളുകളൊക്കെ മാറി തുടങ്ങി. നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. കുറേ ചലഞ്ചസ് ഉണ്ട്, അത് എന്തായാലും ഉണ്ടാവുമല്ലോ. എല്ലാത്തിലും ചലഞ്ചസ് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ഇത്തിരിയും കൂടി ഞാൻ കുറച്ചും കൂടി എനിക്ക് ചലഞ്ചസ് കൂടുതലായിരുന്നു. കാരണം ഇത്തിരി ഓർത്തഡോക്സ് ഫാമിലി എൻ്റെ. അപ്പം അവർക്ക് തീരെ താല്പര്യമില്ലാത്ത ഫീൽഡാണ് ഇപ്പോഴും. അവർക്കങ്ങനെ, പക്ഷെ അവർ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. നീ പറയും നീ വേറെ വല്ല പരിപാടിക്കും പോകുന്നൊക്കെ. അപ്പോൾ എപ്പോഴും ചോദിക്കും, ഉമ്മയൊക്കെ ചോദിക്കും എന്നാ ജോലിയാവാമെന്ന്. ഇപ്പോഴും ചോദിക്കും, അങ്ങനെ പടം ചെയ്തുകൊണ്ട് ചോദിക്കും എന്നാ ഇപ്പോൾ ജോലിയാവാമെന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെയാണ്. പക്ഷെ അവരാരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നാട്ടുകാർ അങ്ങനെ തന്നെ കേട്ടോ, നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ. ഇപ്പോഴും സിനിമേനെ ഒരു ജോലിയായിട്ട് അവരാരും കാണുന്നില്ല എന്നുള്ളതാണ്. സിനിമ ഒരു ജോലിയല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ മലപ്പുറം സ്ലാങ്ങിനെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ട് കുറെ സിനിമകളിൽ കാണിക്കുന്നത്, ഒറിജിനൽ ഒരു റിയലിസ്റ്റിക് മലപ്പുറം വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് പല സിനിമകളും. കൾച്ചറിന്റെ എല്ലാ വയസ്സിലായാലും സജിലെ സിനിമയിൽ എത്രത്തോളം, ഇപ്പോൾ നിലമ്പൂരാണ് ഷൂട്ട് ചെയ്യുന്നത്, മലബാർ മേഖലയിലെ കഥയാണ് പറയുന്നത്, എത്രത്തോളം റിയലിസ്റ്റിക് ആക്കാൻ നോക്കിയിട്ടുണ്ട് സിനിമയിൽ? രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം, ഇപ്പം മലപ്പുറത്തുള്ള ആളുകൾ ഇപ്പം എല്ലാവരും എല്ലാ സ്ലാങ്ങും സംസാരിക്കുന്നുണ്ട്. നമ്മൾ മലപ്പുറത്തെ സിനിമയാണ് പറയണത്. അപ്പം മലപ്പുറം ഇത്തിരി പിടിക്കാൻ നോക്കിയിട്ടുണ്ട് സ്ലാങ് കുറച്ചൊക്കെ. പിന്നെ ചില കാര്യങ്ങളൊന്നും ഇതിപ്പോൾ ആളുകൾക്ക് മനസ്സിലാവണമല്ലോ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ ആൾക്കാർക്കൊന്നും ഇതെന്താ പറഞ്ഞത് എന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അവരത് തെരഞ്ഞു പോകുന്നില്ല, അതവിടെ വിടും. അപ്പം കുറച്ചൊക്കെ നമ്മളൊരു കോമൺ സ്ലാങ് പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറത്തെ നമ്മൾ അടിപൊളിയാക്കി. പിന്നെ എന്താ പറയുക, ഇപ്പം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ള എല്ലാവരും എല്ലാ ഭാഷ സംസാരിക്കും. തൃശ്ശൂർ മലപ്പുറം ഒക്കെ മിക്സ് ആയിട്ടാണ് സംസാരിക്കണേ. അപ്പോൾ ആ രീതിയിൽ പടം പിടിച്ചിട്ടുള്ളത് കുറച്ച് സ്ലാങ് പിടിച്ചിട്ടുണ്ട്. വേറെ ഒരു എൻ്റെ സിനിമയിൽ ഇങ്ങനെ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത് വേണം, ഇങ്ങനെ ആയിരിക്കണം എൻ്റെ സിനിമ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു? ഇല്ല, എൻ്റർടൈനിങ് ആയിരിക്കണം. ഇപ്പം ഞാനായാലും പ്രിയയിലൊക്കെ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് ഇത് എന്തെങ്കിലും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് സിനിമക്കാരിൽ നിന്ന് കിട്ടണം, എന്തെങ്കിലും ഒരു ഫ്രഷ് കണ്ടന്റ് ഓഡിയൻസിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാവില്ല ഒരു ആഗ്രഹം. അപ്പോൾ ഒന്ന് ഹാപ്പി ആയിട്ട്, കാരണം ഇത്രയും റഷായിട്ടുള്ള ലൈഫിൽ നിന്ന് ഇത്രയും ഒരു 100 രൂപയൊക്കെ മുടക്കിയിട്ട് അല്ലെങ്കിൽ 200 രൂപയൊക്കെ മുടക്കിയിട്ട് ചിലപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോവുക. ഇപ്പം ഒരു മാസം ഒരു ഫാമിലിക്ക് ഒരു പടക്കേ കാണാൻ പറ്റുള്ളൂ. ഒരു 11 ആൾക്കാരും ഒക്കെ ഉള്ള ഫാമിലിയൊക്കെ ഉണ്ട്, വലിയ ഫാമിലീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് പോയി കാണുമ്പോൾ ഇവർക്ക് അറ്റ്ലീസ്റ്റ് വർത്തായില്ലെങ്കിൽ പോലും ഇവർക്ക് ഒന്ന് കൂളായിട്ട് എൻ്റർടൈനിങ് ആയിട്ട് ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് ഇറങ്ങി പോരണം. അപ്പം അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട്. പൊതുവേ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവണം എന്നുള്ളത്, ഫ്രഷ് ആയിരിക്കണമെന്ന് അതൊക്കെ വിചാരിക്കാറുണ്ട്. ഇപ്പം കടകളുണ്ട്. ഓക്കെ. അപ്പോൾ സിനിമയിലേക്ക് ഇപ്പൊ സിനിമ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു. ഇപ്പൊ അതിനുശേഷം സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പൊ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ അല്ലെങ്കിൽ കഥ പറയാൻ പോകുന്നതിന് മുമ്പ്, അതിന് ശേഷം ഈ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണത് വരുന്നത്?
മുമ്പ് എങ്ങനെയാ വിചാരിച്ചിരുന്നത്? ഇപ്പൊ നമുക്ക് ഷൂട്ട് ദൂരെ കണ്ടുള്ള പരിചയം അല്ലെങ്കിൽ സിനിമ കണ്ടുള്ള സംഭവം, ഇതിപ്പോ ചെയ്തു വന്നിരിക്കുന്ന ആളാണ്. അപ്പൊ രണ്ടും കൂടെ അതിപ്പോ എന്താന്ന് വെച്ചാല് ചിലതൊക്കെ നടക്കല്ലേ. അപ്പോൾ നടക്കുമ്പോൾ നമ്മൾ അതിലേക്കാണ് ഇന്നാവുകയാണ്. അപ്പം ഞാൻ ആദ്യം നമുക്ക് ഒരു ഹോപ്പ് ഉണ്ടാവാന്ന് പറഞ്ഞപ്പം സിനിമ ചെയ്യണം എന്നുള്ള ഹോപ്പ് ഉണ്ടാവാന്ന് പറഞ്ഞത് ഭയങ്കര വലിയ കാര്യമാണ്. അതിലൊരു സുഖമുണ്ട്. ഒരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു, പ്രൊഡ്യൂസേഴ്സിനെ പോയി കാണുന്നു, ആർട്ടിസ്റ്റിനെ പോയി കാണുന്നു, ഹോപ്പാണ് നടക്കും എന്നുള്ളത്. ഇത് ഓണായി കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഓണായോ ടെൻഷനായല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായി. ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര പെട്ടെന്നായോ അങ്ങനെയൊക്കെ ടെൻഷനായി ഉണ്ടായിരുന്നു. മറ്റേതൊരു ഹോപ്പാണ് നടക്കും എന്നുള്ളത്. ഭയങ്കര നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും, അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഒരു ഹാപ്പിനെസ് തരുന്നതാണ് ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. ഹോപ്പ് നടക്കും എന്നുള്ള ഹോപ്പ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സിനിമ നടക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പോകണേ. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് കാര്യമുള്ളത്. പിന്നെ റിയാലിറ്റി ഒക്കെ പിന്നെ വരുമ്പോൾ അതൊക്കെ സംഭവിക്കുകയാണ്. എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സംഭവിച്ചു പോവാണ്. സജിലിന്റെ ഒരു സജിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നല്ലൊരു സിനിമ? അങ്ങനെ ചോദിക്കരുത്. നല്ല സിനിമ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആളുകൾക്ക് ഹാപ്പി ആയിട്ടിരിക്കണം, ഹാപ്പിനെസ് ഉണ്ടാവണം, ഒരു പുതിയ ഫ്രഷ് കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഫിലിം മേക്കർ എന്ന രൂപത്തിൽ ഞാനും കൂടെ ഹാപ്പി ആവണമല്ലോ ഒരു സിനിമ ചെയ്യുമ്പോൾ, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഈ പടമൊക്കെ കഴിച്ചിട്ട് നോക്കാം ഡിഫൈൻ ചെയ്യാം. ഓക്കെ. ഇതിൽ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കി, ഇങ്ങനെ ഒരുപാട് പേര്, ഹക്കീം ഷാ എല്ലാവരും വന്നിട്ടുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ ഇവരൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അശോകേട്ടനൊക്കെ കിഡിലൻ, ജാഫർ ഖാൻ ഒന്നും പറയാണ്ടിരിക്കുക, ഓരോരുത്തരും രഞ്ജിത്തേട്ടൻ ആയിക്കോട്ടെ എല്ലാവരും അടിപൊളി ഇതാണ്. ഹക്കീം പറയാനില്ല, ഒക്കെ എല്ലാവരും. അപ്പം ഇവരെ എടുത്ത് കഥ പറയാൻ പോകുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ വരുമ്പോഴത്തേക്ക് ഇതൊന്നുമല്ല, ഈ സിനിമ എത്രത്തോളം നല്ല ഔട്ട്പുട്ട് നമ്മൾ പുറത്തെടുക്കും എന്നുള്ളതാണ്. അപ്പം പിന്നെ ഞാൻ ഇവരാരും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് എനിക്കുണ്ട് ഇവർ സീനിയറാണ്, ഇവർ പറയുമ്പോഴൊക്കെ ടെൻഷൻ ഉണ്ട്. പക്ഷേ ഞാനത് മാനേജ് ചെയ്തു. കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട കാര്യം പറഞ്ഞു കൊടുക്കും, അവർ നല്ലത് തരും. അപ്പോൾ നല്ലതാണ് നമ്മൾ എടുക്കും, അങ്ങനെ എടുത്ത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിരുന്നു. ഇവർ കിട്ടില്ല ആക്ച്വലി എല്ലാവരും. പിന്നെ ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അവരിങ്ങോട്ട് സജഷൻസ് ഒക്കെ പറയായിരുന്നു. അശോകേട്ടനും ജാഫർക്ക് പറയും. അശോകേട്ടൻ പറയും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് അടിപൊളിയാണെങ്കിൽ നമ്മൾ അടിപൊളി അത് ചെയ്യാമെന്ന് പറയും. അശോകേട്ടനൊക്കെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അശോകേട്ടൻ്റെ എൻ്റയർലി വേറെ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളി ഇതേപോലെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കും. ജാഫർക്കും ചോദിക്കും. പിന്നെ നമുക്ക് ചില കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ഇപ്പം ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ഇപ്പം ഇതിനകത്തൊരു സീനുണ്ട്, ഹക്കീമിനോടൊരു സാധനം ഞാൻ പറഞ്ഞിട്ട് അത് ഹക്കീം ഇങ്ങനൊരു സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെന്നുള്ള അവന് മനസ്സിലായിട്ടില്ല. എനിക്കറിയാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധനം വേണമെന്നുള്ളത്. പക്ഷേ ഹക്കീം അത് അടിപൊളി കിട്ടും. വിചാരിച്ചു അതിനേക്കാൾ ഹാപ്പിയായി. അപ്പം ഹക്കീമൊക്കെ കിട്ടില്ല എല്ലാവരും, ഓരോ ആർട്ടിസ്റ്റും. കടകൻ സക്സസ്ഫുള്ളായ ശേഷം അടുത്ത പ്രൊജക്റ്റ് എന്തായിരിക്കും? മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ചെയ്യാം പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞതിൻ്റെ മോശമായി പോകും. കാരണം 2-3 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് പിച്ച് ചെയ്യണം. ഒരു വലിയ ശരിക്കും എൻ്റെ ഡ്രീം പ്രോജക്റ്റ് ഇതൊന്നുമല്ല. ഇത്തിരി ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അത് ഇത്തിരി വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. ഒന്നെങ്കിൽ ആ പ്രൊജക്റ്റിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ പടം ചെയ്യും, അതല്ലെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് ഇതെങ്ങനെയാണ് വരിക എന്നറിയില്ല. കടകന എങ്ങനെ വരുന്നതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. 2 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടകനെ കുറിച്ച് പ്രേക്ഷകർക്ക് സംവിധായകൻ കൊടുക്കുന്ന പ്രോമിസ് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും ഹോപ്പാണല്ലോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക, അഭിപ്രായം അറിയിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ കടകൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാവട്ടെ, സക്സസ് ആവട്ടെ. അതുപോലെ സജിലിന്റെ ഡ്രീംസ് എല്ലാം സഫലമാട്ടെ എന്ന് വിഷ് ചെയ്യാണ്. താങ്ക് യു.